പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും പ്രചരണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂർ മാരാർജി ഭവനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മംഗലാപുരം മാറ്റിയത് യാത്രക്കാരെ ഒരു തരത്തിലും ബാധിക്കില്ല. 3000 കോടി രൂപയാണ് പാലക്കാട് ഡിവിഷനായി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ബിജെപി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനെ അക്ഷരാർത്ഥത്തിൽ വിഭജിച്ചത് ഒന്നാം UPA സർക്കാരാണ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ കാശിക്ക് പോയിരുന്നോ എന്നും കൃഷ്ണദാസ് ചോദിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മാറിയതിനെ സംബന്ധിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവുമാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. കഴിഞ്ഞ 12 വർഷക്കാലം മോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിലും വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. അത് മറയ്ക്കാനുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇന്ന് പുതിയ വ്യാജ പ്രചരണം. കോൺഗ്രസ് ഒറ്റയ്ക്കും കോൺഗ്രസും CPM-ഉം സംയുക്തമായും കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ റെയിൽവേ വികസനത്തിന് ലഭിച്ചത് തുച്ഛമായ തുകയാണ്. മലയാളം സംസാരിക്കുന്ന 8 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളും MP-മാരുമായിട്ടുള്ള KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, അതുപോലെ തന്നെ അന്ന് പ്രഗത്ഭരായിട്ടുള്ള ശ്രീമാൻ AK ആന്റണിയും ശ്രീമാൻ വയലാരവിയും ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു. മറ്റ് 6 പേർ E അഹമ്മദ് ഉൾപ്പെടെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും അധികായന്മാരായിട്ടുള്ള 8 പേർ കേന്ദ്രത്തിലുണ്ടായിട്ടും ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെതായ ഒരു മൂത്രപ്പുര പോലും പണിയാൻ ഈ 8 പേർക്കും കഴിഞ്ഞിട്ടില്ല. മംഗലാപുരം സ്റ്റേഷൻ മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കേണ്ടെന്ന് DK ശിവകുമാറിനെ കൊണ്ട് പറയിപ്പിക്കാൻ KC വേണുഗോപാലിനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. ഗോപൂനന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ലക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നേടൂ. 25 കാറുകൾ, 100 വീതം ഗോൾഡ് കോയിനുകൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ, സിൽവർ കോയിനുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകൾ, ക്യാഷ് ബാക്ക് അപ് ടു 30,000, 000 EMI സ്കീം, ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറിലൂടെ ദിവസവും ഓരോ ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ഗോപൂനന്ദിര ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.